സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റേക്കി. എന്താണ് റേക്കി എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ശരിക്കും പലപ്പോഴും മൗനമാണ് പറയാറുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റേക്കി എന്ന ഒരു വലിയൊരു സബ്ജക്റ്റ്, ഒരു വലിയൊരു അനുഗ്രഹം, അതിനെക്കുറിച്ച് നമുക്ക് ഒറ്റ നേരം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ആ റേക്കി എന്താണെന്നൊന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം എന്താണ്. അപ്പോഴാണ് ആ റേക്കിയെ കുറിച്ച് ഒരുപാട്, ഇത്രയും വലിയൊരു സബ്ജക്റ്റ് ആണോ നമുക്ക് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് തോന്നിപ്പോകും. ഇത്ര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ആ റേക്കിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഈ റേക്കിയുടെ അനുഗ്രഹം അത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് ലഭിച്ചതിൽ എനിക്ക് തന്ന എൻ്റെ ഗുരുക്കന്മാരുടെ മുമ്പിൽ ശരിക്കും ആത്മപ്രണാമം. ആ റേക്കി, ഇനി എന്താണ് റേക്കി എന്ന് ചോദിക്കും. അതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഗുരുക്കന്മാരെ ഒന്ന് നമിച്ചു. എന്തുകൊണ്ട്? എപ്പം എന്ത് കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിലൊന്ന് വിജയിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൂടിയേ പറ്റും. അതില് നമ്മുടെ കബീർദാസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവിയാണ് കേട്ടോ കബീർദാസ്. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ദോഹയാണ്, ഗുരു ഗോവിന്ദ് ദോ കടേ കാക്കെ ലാഗു പായ് ബലിഹാരി ഗുരു ആപ്പുകെ ജിനു ഗോവിന്ദ് ദിയോ ബത്തായ്. അതായത് ഗുരുവും ഗോവിന്ദനും, അതായത് ഗോവിന്ദൻ എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈശ്വരൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോ ഗുരുവും ഈശ്വരനും എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഞാൻ ആരെയാണ് ആദ്യം വന്നിക്കുക? എന്റെ ഗുരുക്കന്മാരെയാണ് വന്നിക്കുക. ആ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ ഗുരുക്കന്മാരാണ് എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നത്. ആ ഗുരുക്കന്മാരാണ് എനിക്ക് ഏതാണ് ഈശ്വരൻ, അല്ലെ എന്താണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കി തന്നത്. ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കി തന്ന ആ ഗുരുക്കന്മാരെ നമ്മൾ വന്ദിക്കാതെ ഒരിക്കലും നമുക്ക് മുമ്പോട്ടുള്ള ഒരു ജീവിതത്തിൽ പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാരെ ഞാൻ ആദ്യം ഒന്ന് വന്ദിച്ചത്. അപ്പൊ അവരുടെ അനുഗ്രഹത്തോടു കൂടി റേക്കിയെ കുറിച്ച് ഞാനൊന്ന് ഒരു ചെറിയ അംശം ഇവിടെ ഒന്ന് പറയാം. റേക്കി എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ്. റേ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ജീവശക്തി എന്നുള്ളതാണ് റേക്കി എന്നുള്ളത് മൊത്തത്തിൽ എടുക്കുമ്പോൾ. എനർജി എന്ന് പറഞ്ഞാൽ കീ ആണ്. റേ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ്. അതായത് ഈ ലോകത്തിൽ ഒരു എനർജി ഉണ്ട്. അത് പറയുമ്പോൾ ഉണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം പലരുടെ മനസ്സിലുണ്ടാവും. ഞാനൊരു കാര്യം പറയാം. ചിലപ്പോ നമുക്ക് തോന്നാറില്ലേ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ വേണം, ഇങ്ങനെയൊക്കെ ഒരു ചിന്തകള്. ചിലപ്പോ അത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ എത്ര ശരിയായിരുന്നു ആ തോന്നൽ. അതെവിടുന്ന് ആ ഒരു തോന്നലുണ്ടായത്? അത് നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു എന്താ പറയുന്നത്, ഒരു എനർജി, അതായത് ഒരു പോസിറ്റീവ് എനർജി. ഇപ്പം ആധുനിക യുഗത്തിലെല്ലാം പറയുന്നത് പോസിറ്റീവ് എനർജി. ദൈവവിശ്വാസികൾ അതിന് പറയും എന്താണ്, ദൈവം പറഞ്ഞു തന്ന വാക്കുകളാണ്. എങ്ങനെ വേണേലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. എങ്ങനെ വേണേലും എടുക്കാം. അതാണ് ഗുരുക്കന്മാരോട് ചോദിക്കും, ദൈവം ഉണ്ടോ ദൈവം ഇല്ലേ? അവരൊക്കെ മൗനമാണ്. കാരണം അതൊക്കെ നിങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. അതൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. എന്താണ് റേക്കി? അപ്പം ഈ ലോകത്തിലുള്ള ഒരു എനർജി, അത് ദൈവശക്തി എന്നോ ജീവശക്തി എന്നോ എന്ത് വേണേലും പറയാം. നമ്മുടെ ജനനം എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ എത്രയോ മല്ലിട്ട്, അതായത് അച്ഛന്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിൽ നിന്നും പുംബീജവും അണ്ടവും തമ്മിൽ ചേർന്നിട്ടാണ് നമ്മൾ വന്നത്. സയൻസിൽ പഠിച്ചു കാണും, ഒരുപാട് പുംബീജങ്ങൾ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ എന്തായിട്ട് മാറി. അവിടെ ജയിച്ചു കയറിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ വിജയിയാണ് നമ്മൾ. ഈ വിജയികൾ എപ്പോഴാ തോൽക്കുന്നതെന്നറിയുമോ? നമ്മൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെ ജയിച്ചു വന്ന നമ്മള് ഇവിടെ ഈ ലോകത്തിൽ വരുമ്പോൾ എവിടേക്കോ നമ്മൾ തോറ്റുപോവാണ് പലരും. എന്നാൽ ചിലർ ജയിച്ചു കയറുന്നുണ്ട്. അതെങ്ങനെ, എവിടെ, എപ്പോ, എന്തുകൊണ്ട്? ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയമാണ്, ഒരുപാട് ചിന്തിക്കാനുള്ള സമയം നമുക്കുണ്ട്. എന്തുകൊണ്ട് ജയിക്കുന്നു? അവരില് ഒരുപാട് എനർജിയാണ്. ചിലരോട് പറയുന്നത് കേട്ടിട്ടില്ലേ, നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്തൊരിതാണ്, അല്ലെ അവരുടെ ആ ഒരു പ്രസംഗം അതൊന്ന് കേട്ടപ്പോ എന്തോ ഒരു എനർജിയാണ്,
അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് കുറച്ചു നേരം ഒരു വല്ലാത്ത ആശ്വാസമാണ് ചിലരോട് അടുക്കുമ്പോൾ. എന്നാൽ ചിലരുടെ അടുത്ത് നമുക്ക് ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് പോരണം, അല്ലെങ്കിൽ വേണ്ടാന്നൊരു തോന്നല്, ഈ ഒരു അകൽച്ച ഭാവം നമുക്കുണ്ടാവാറുണ്ട്. ശരിക്കും അതിനെ ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ അറിയാം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു. എവിടെയോ ഒരു പൊരുത്തക്കേട് പോലെ. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? അവരോട് എനിക്ക് വെറുപ്പാണ്, അവരോട് എനിക്ക് പിണക്കമാണ്, അല്ലെങ്കിൽ അവരോട് വേണ്ട സഹകരണം വേണ്ട, ഈ ഒരു രീതി അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ എനർജി അവർ വലിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു സബ്ജക്റ്റാണിത്. പറഞ്ഞാൽ എങ്ങും എത്താത്ത രീതിയിലുള്ളതാണ്. അപ്പൊ ഈ പോസിറ്റീവ് എനർജി ഒരു വ്യക്തികൾ നമ്മളോട് വന്ന് സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ നമുക്കൊരു വല്ലാത്ത തളർച്ച, അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെ, എവിടെയോ എനർജി നമുക്ക് ഫ്ലോ ആയി പോവാണ്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. ശരിക്കും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കൈ ഒന്ന് മുറിയാണ്. നമ്മുടെ കൈ മുറിയുമ്പോൾ നമ്മൾ മരുന്നൊന്നും വെക്കുന്നില്ല എന്ന് വെച്ചോ. വലിയ മുറിവാണെങ്കിൽ മരുന്ന് വെക്കും. ഇന്നത്തെ കാലമാണ്, രോഗാണുക്കള് മുഴുവനും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതൊക്കെ വേറെ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് റേക്കി ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൈ മുറിയുകയാണെങ്കിൽ അതിൽ നിന്ന് ബ്ലഡ് പോകും. നമ്മൾ മരുന്ന് വെക്കാതെ തന്നെ ഇത് കരിയാറുണ്ട്. എങ്ങനെ? എന്തുകൊണ്ട്? സയൻസ് പരമായിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ചില കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു പല കാര്യത്തിലും. അപ്പൊ ഞാൻ അതൊരു തർക്ക വിഷയമായിട്ടൊന്നും എടുക്കുന്നില്ല. എന്തുകൊണ്ടോ എന്തോ ഒരു എനർജി, അല്ലെങ്കിൽ ഇതിനെ കരിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു കഴിവ് നമ്മളിലുണ്ട്. അപ്പോ ഉള്ളിലുള്ള ഒരു ശക്തി, ആ ശക്തി എവിടേക്കോ നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. ശരിക്കും ആ വീണ്ടെടുപ്പ് തന്നെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു അസൂയ, ദേഷ്യം, കുശുമ്പ്, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നോക്കിയാൽ അറിയാം നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മളൊരു വല്ലാത്തൊരു അലർട്ട്, ഒരു വല്ലാത്തൊരു ഡിപ്രഷനിലേക്കോ എന്താ പറയുക, ഒരു സ്ട്രെസ്, ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ. ആ സമയത്ത് ഒരു ആളുമായിട്ട്, ഒരു നല്ലൊരു വ്യക്തി, ഒരു കാമായിട്ടൊരു വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടൊന്ന് സംസാരിക്കുക. കുറെ പോസിറ്റീവ് എനർജി അയാളിൽ നിന്ന് കേൾക്കുന്നുണ്ടേ നമ്മൾ തനിയെ ഒരു ആശ്വാസം, ശരിയാണല്ലോ, എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചേ, ഈ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ ഇത് നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് കേട്ടോണ്ടിരിക്കുന്ന പലരും ഒന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ പലരെയും ആശ്വസിപ്പിച്ചിട്ടുള്ളവരാണ്. നമ്മൾ പലർക്കും എന്താ പറയുന്നത്, ഒരുപാട് സമാധാനം കൊടുത്തവരാണ്. എവിടെ പോയാലും എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യരും ഇന്നില്ല. അപ്പൊ ശരിക്കും ഈ എനർജിയെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഈ റേ എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണ്. ആ ശക്തിയിൽ നിന്നും നമ്മൾ എന്താണ്, നമ്മളിലേക്ക് എനർജി കൊണ്ടുവരികയാണ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു വിഷയമാണ് റേക്കി എന്ന് പറഞ്ഞു. അപ്പം ഈ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സുകൾ, അതിനെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഒരു നിമിഷം നമുക്കൊന്ന് കാമായിട്ടിരുന്ന് എന്താ പറയുന്നത്, റേക്കി അറിയാവുന്നവരെ നമ്മൾ തന്നെ ഹീൽ ചെയ്യാം. നമുക്കറിയാമല്ലോ, ഒരു ആശ്വാസവാക്ക് നമ്മൾ ഒരാളിനോട് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ശരിക്കും അവിടെ ഒരു ഹീലിംഗ് പ്രോസസ് ആണ് നടത്തുന്നത്, നമ്മൾ പോലും അറിയാതെ. റേക്കിയിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഹീലിംഗ് എന്നുള്ള ചികിത്സയിലോട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ പറയാറുണ്ട് അതൊരു ഹീലിംഗ് ആണ് എന്ന് പറയും. ഇതെല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്, പക്ഷെ തിരിച്ചറിയുന്നില്ല, അത് മാത്രമാണ്. ചികിത്സ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ചികിത്സകൻ എന്നുള്ള വാക്കിനേക്കാൾ ഉപരി നമ്മൾ ഒരിക്കലും ചികിത്സകൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു എനർജി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൊടുക്കാൻ പറ്റും. ശരിക്കും റേക്കി എന്ന ജാപ്പനീസ് പദം അത് പറയുന്നത് വിശ്വജീവശക്തി എന്ന് തന്നെയാണ്.
ഇത് തന്നെയാണ് നമ്മൾ എന്താണ് ചി, പ്രാണ, മന്ന ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ വാക്കുകൾ വെച്ചിട്ട് പറയുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ജീവൻ എന്നുള്ള അർത്ഥമല്ല. ഇതില് നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് ഭൗതിക ശരീരം, എന്താണ് സൂക്ഷ്മ ശരീരം, ഇങ്ങനെയൊക്കെ ഒരുപാട് ശരീരങ്ങളുണ്ട്. അതില് നമുക്ക് ചക്രാസ് ഉണ്ട്, 7 ചക്ര. പിന്നെ കുറച്ചുകൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചക്രങ്ങൾ കാണും. ഇതിനകത്ത് ഈ ഏതെങ്കിലും ഒരു എനർജി ഇതൊന്ന് കുറയുകയാണെങ്കിൽ നമുക്ക് ഈ റേക്കി മൂലം എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് കൂട്ടാൻ പറ്റും. ഒരു ഹീലിംഗ് അത് നടത്താൻ പറ്റും. ഈ റേക്കിയുടെ ഒരുപാട് വശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ, നമുക്ക് നേടാവുന്ന തലങ്ങൾ ഒരുപാടാണ്. അപ്പൊ അത് റേക്കിയുടെ ഒരു അടിസ്ഥാനം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് എന്താണ് റേക്കി എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമുക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു വല്ലായ്മ തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. അവിടെ എന്താണ്? നമ്മുടെ ആ എനർജി ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഈ എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് കൂട്ടുക. ആ എനർജി കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ റേക്കിയിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ ഒരു റേക്കി മാസ്റ്റർ എടുത്തോ അല്ലെങ്കിൽ റേക്കി നമുക്ക് എന്താണ് ഹീലറിന്റെ അടുത്തോ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ അവരിലൂടെ ഈ ജീവശക്തിയെ അവരിലൂടെ നമ്മളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ മാറിയ കാര്യങ്ങളുണ്ട്. രോഗങ്ങൾ മാറുക എന്ന് പറയുമ്പോൾ മരുന്നാണ് എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ ഒരിക്കലും ഇപ്പൊ ഒരു തലവേദന വന്നു, ആ തലവേദനയ്ക്ക് റേക്കി ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേക്കി ചെയ്ത് നമുക്ക് പവർ കൂട്ടാം. പക്ഷെ ഈ തലവേദന എന്ന അസുഖത്തിന്റെ മരുന്നല്ല റേക്കി. അത് ആദ്യം മനസ്സിലാക്കണം. ചിലർ തെറ്റിദ്ധരിച്ച് എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചറെ എനിക്കൊരു അസുഖമുണ്ട്, അത് റേക്കി ചെയ്താൽ മാറുമോ? തീർച്ചയായിട്ടും മാറും. പക്ഷെ അതൊരിക്കലും മരുന്നെന്നുള്ള നിലയിലല്ല. എന്താണെന്നറിയോ? നമുക്കതിന് ഇടിച്ചു കയറി നിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ കൈ ഒന്ന് മുറിയുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു അല്ലെ? നമ്മളിതിന് മരുന്ന് പുരട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും? ചിലപ്പോൾ ഇത് കരിയും. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ കോശങ്ങളുടെ കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? കരിയാണ് ചെയ്യുന്നത്. അപ്പോ ഈ സ്വയം കരിയാൻ കഴിവുള്ള നമ്മളിലെ ശക്തി എവിടേക്കോ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അതിനെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. ആ പവർ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോ നമ്മൾ പറയാറില്ലേ, എന്താ പറയുന്നത്, പ്രാർത്ഥിക്കുക, എന്താണ് നിങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവുകളെ അല്ലെങ്കിൽ മരണത്തെ തന്നെ നമുക്ക് മാറ്റിവെക്കുക. നമ്മുടെ പുരാണ കഥകളിലൊക്കെ, ഹിന്ദുസിന്റെ പുരാണ കഥകളിലൊക്കെ ഒരുപാടുണ്ട്. എന്താണ് മരണത്തെ പോലും മാറ്റിവെക്കുന്നുണ്ട് പ്രാർത്ഥനകൾ കൊണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് ശരിക്കും? അവിടൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ എനർജി നമ്മൾ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ശരിക്കും റേക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അവിടെ റേക്കി ചെയ്യുന്ന ഒരാള് ചികിത്സകൻ എന്നൊരു പേര് പറയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുഭവങ്ങൾ ഒരുപാടാണ് റേക്കി മൂലം. നമ്മളൊരു അസുഖം വരുമ്പോൾ നമുക്കവിടെ എന്തോ ഒരു നാഡീ ഞരമ്പുകളില് ഒരു വിശ്വജീവശക്തി, അതായത് ഈ പ്രപഞ്ചത്തിലെ ആ ശക്തിയുടെ ഒഴുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളൊരു കുഞ്ഞു ജനിക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം, അവന്റെ ഉച്ച ഉറച്ചിരിക്കത്തില്ല, അതിങ്ങനെ അടിച്ചടിച്ചിരിക്കുന്നതാണ്. അതെന്താണ്? അതുവഴിയാണ് എന്താണ് ഈ ഒരു എനർജിയുമായിട്ട്, ലൈഫ് ഫോഴ്സ് എനർജി, അതായത് ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിട്ടിരിക്കുന്നത്. പണ്ടൊക്കെ സന്യാസിമാര് വനങ്ങളിലൊക്കെ പോയിട്ടാണ് തപസ് ചെയ്തിരുന്നത്. കാരണം എന്താ? അവർക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. അവരുടെ ചുറ്റും നിന്നും എന്താണ് ഈ എനർജിയെ കുറയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാ ചോദിക്കും, എന്താ വനത്തിൽ പോയി എന്താ സന്യാസിമാര് ചെയ്യുന്നതിന് ഇതാണോ കാര്യം എന്ന് ചോദിക്കും. പറയുന്ന റേക്കിയുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് കേൾക്കുക. അപ്പൊ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടെ ചെന്ന് കാമായിട്ടാണ് നിൽക്കുന്നത്. മനസ്സും ശരീരവും എല്ലാം കാമാക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടിയാണ് അവർ നിൽക്കുന്നത്. അവര് ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, ഒരു പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകാറില്ല അവിടെ. കാരണം എന്താ? പ്രപഞ്ച ജീവശക്തിയുമായിട്ട് ഇദ്ദേഹം കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ എവിടേക്കോ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. എന്നാൽ ഉണ്ട് താനും. നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ചെന്നിരിക്കും. അപ്പൊ ഈ ഓപ്ഷൻസ് ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ വരും, ഓപ്ഷൻ ചോദിക്കും.
അതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും തിരിച്ചറിയാവുന്നതാണ്. പക്ഷെ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ അതിലേക്ക് പോകാതെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻ ചോദിക്കുമ്പോൾ 3-4 കാണും. പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഉത്തരം, നമുക്കത് അറിയില്ല, അതിന്റെ ഉത്തരം അറിയില്ല, പക്ഷെ നമ്മുടെ മനസ്സിലൊരു പെട്ടെന്നൊരു ചിന്ത വരും, ഇന്നത് എന്ന് വരും. എന്നാൽ തന്നെ അത് എഴുതത്തില്ല. ചിലപ്പോൾ 2ാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് തോന്നിയത്, നമ്മൾ എന്ത് ചെയ്യില്ല, അത് എഴുതത്തില്ല. 3ാമത്തെ എടുത്തെഴുതും. പരീക്ഷ ഹാളിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും, ഞാൻ ആ ഓർത്തത് തന്നായിരുന്നു എന്നൊരു ഇത് വരും. ഞാനത് ഓർത്തതാ എന്നിട്ട് എഴുതിയത്. ഈ ഓർമ്മ എവിടുന്ന് വന്നു? ശരിക്കും അത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഈ പ്രപഞ്ച ശക്തി നമുക്ക് പറഞ്ഞു തരുവാണ്, ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ അതിനെ കേൾക്കാനുള്ള ഒരു മനസ്സെന്തില്ല, നമുക്കില്ല. കാരണം എന്താ, നമ്മൾ ഭയങ്കര ടെൻഷനിലാണ്. ഏതാണ് ഈ ഒരു ടെൻഷനാണ്. അവിടെ ഒന്ന് കാമായിരിക്കുക, ആൻസറുകൾ തനിയെ വരും. അത് തന്നെയാണ് നമ്മൾ യോഗയിലെ ധ്യാനം, മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴും ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു തലമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം റേക്കി ചെയ്യുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു എനർജിയെ നമ്മൾ നമ്മളിൽ തന്നെ കൂട്ടിക്കൊണ്ടുവരിക. അതായത് പ്രപഞ്ച ജീവശക്തി എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഒരു കണക്ഷൻ കൊണ്ടുവരിക. അപ്പൊ ഒരു എന്താ പറയുന്നത്, അവിടെ ഒരു ദൈവവിശ്വാസികള് പറയും ഈശ്വരൻ സഹായിക്കുന്നതാണ് അല്ലെ. ഗുരുക്കന്മാരെ വിശ്വസിക്കുന്നവർ പറയും അത് ഗുരുവിന്റെ അനുഗ്രഹമാണ്. ഇനി ദൈവത്തിന്റെ ഒന്നും അല്ലെങ്കിൽ പറയും ഞാൻ ചിന്തിച്ചതിന്റെ പവർ കൊണ്ടാണ്. പോസിറ്റീവ് എനർജി, ആധുനിക ചിന്താഗതിക്കാർ അങ്ങനെ പറയും, പോസിറ്റീവ് എനർജി. എവിടെ നോക്കിയാലും ഏത് വഴി കൂടെ പോയാലും ഈ ഒരെണ്ണേ ഉള്ളൂ, അതാണ് റേക്കി. ഇനി ഈ റേക്കി എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത്? ഇതില് ഡോക്ടർ മിക്കാവോ ഉസുയി, അദ്ദേഹമാണ് റേക്കിയെ ശരിക്കും സാധാരണ ആളുകളിലേക്ക് അവർക്ക് എങ്ങനെ ഈ റേക്കിയിലൂടെ മുമ്പോട്ടുള്ള ജീവിതങ്ങള് നല്ല രീതിയിലാക്കാം എന്നുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ ഒരു പുനർചിന്തന എന്ന് പറയണം. കാരണം അതിനു മുമ്പ് ഇവിടെ റേക്കി ഉണ്ടായിരുന്നു. അതിനെ നമ്മളിലേക്ക് എത്തിച്ച ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മിക്കാവോ ഉസുയി. ഇദ്ദേഹമാണ് നമുക്ക് റേക്കിയെ കുറിച്ച് പറഞ്ഞു തന്നത്, ഈ ലോകത്തിന് വെളിപ്പെടുത്തി തന്നത്. അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായ കുറച്ചു പേരുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പൊ അവർക്ക് മാത്രമാണ് ഈ റേക്കിയെ കുറിച്ച് പിന്നീട് കിട്ടിയത്. അതിനുശേഷം ഇന്ന് ലോകത്ത് ഒരുപാട് പേരുണ്ട് റേക്കിയെ കുറിച്ച് അറിയാവുന്നവര്. ഇതില് നമുക്കറിയാവുന്ന ഒരു ശരീരമുണ്ട്, ഭൗതിക ശരീരം, സൂക്ഷ്മ ശരീരം, ഇങ്ങനെ പല ശരീരങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന ഒരേ ഒരു ശരീരമേ ഉള്ളൂ, ഈ ഒരു ശരീരം, അതായത് ഈ ഫിസിക്കൽ ബോഡി. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലര് എന്താ പറയുന്നത്, ഈ ഒരുപാട് ഗുരുതുക്കന്മാര്, ആ തലങ്ങളിൽ നിൽക്കുന്നവര് പെട്ടെന്ന് ഒരാളിനെ കാണുമ്പോൾ പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മൾ അതിശയിച്ചു പോകും, ഇതെന്താണ് ഇവർക്ക്, എന്ത് സിദ്ധിയാണിത് ഇവരുടെ. അവർക്കറിയാം ഈ ഒരു ബോഡി മാത്രമല്ല. ഇനി ഒരു ബോഡിയെ കുറിച്ച് പറയാം. ഒരു സൂക്ഷ്മ ശരീരമുണ്ട് നമുക്ക്, അതായത് ഓറിക് ഫീൽഡ്. ഈ ഓറിക് ഫീൽഡിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് വീണതായിട്ട് കണ്ടാല് അത് ഈ ഗുരുക്കന്മാർക്ക് കണ്ടാൽ തിരിച്ചറിയും. അപ്പൊ ശാരീരികമായിട്ടാണോ മാനസികമായിട്ടാണോ ഇവര് തളർന്നിരിക്കുന്നതെന്ന് അവർക്ക് കണ്ടാലേ അറിയാം. അപ്പൊ നമ്മൾ പറയില്ലേ, ചിലപ്പോ ഒരാളുടെ വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും ദൈവം തന്നെയാണ് വന്നത് എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലാണ് ഈ ഗുരുക്കന്മാരെ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഇവരിലൂടെ തന്നെ നമ്മളിലേക്ക് പകർന്നു തരാണ് ഈ ശക്തി, നമ്മൾ പോലും അറിയാതെ. അവരൊരു ചാലകമായി മാറുകയാണ്. അതുകൊണ്ട് ശരിക്കും ഈ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയെ കുറിച്ച് എവിടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്ന് തന്നെ ഞാൻ പറയും. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അത് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ശാരീരികമായിട്ട് അതിനായിട്ട് തയ്യാറെടുക്കുകയാണ്. നമ്മളെ ശരീരത്തിന് പവർ കൂട്ടുകയാണ്. 21 ദിവസത്തെ അതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു കഠിനമായിട്ട് നമ്മൾ ഇതിനായിട്ട് മാറ്റിവെക്കണം എന്ന് തന്നെ ഞാൻ പറയും. 21 ദിവസം ഇതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തില് നമ്മൾ ആ എനർജി കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. അതിനൊക്കെ
എന്താ പറയുന്നത്, ഒരു കുറച്ച് രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അത് റേക്കി എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാല് ഒരാളുടെ മാനസികമായ നില, അതെങ്ങനെ എന്താ പറയുന്നത്, അതിന്റെ ശക്തി, അതിന്റെ ആ പവർ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം, അതായിരുന്നു നമ്മള് സെക്കൻഡ് ഡിഗ്രിയിൽ പഠിക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡ് ഡിഗ്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ദൂരെ ഒരാളിനെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ചിലരെ എന്താ ഫോണിൽ കൂടെ ഒന്ന് വിളിക്കത്തേ ഉള്ളൂ, കുറച്ചു നേരം, ഒരു 2-3 മിനിറ്റ്, ഹലോ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ, ഇത്രേ കാണും. പക്ഷെ ഭയങ്കര ആശ്വാസമായിരിക്കും. ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അതൊക്കെ ഒരുപാട് നമുക്ക് വിഷമമുള്ള സമയത്ത് നമ്മൾ ആ ഒരു വ്യക്തിയെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുന്നത് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അവരോടൊന്ന് സംസാരിക്കണമെന്ന്, അല്ലെ അവരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരിക, അല്ലെ നമ്മൾ പെട്ടെന്നൊന്ന് വിളിക്കുക. എവിടേക്കോ ഒരു കണക്ഷൻ കിടക്കുന്ന പോലാണത്. ഈ കണക്ഷൻ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ വിളിക്കുന്നുണ്ട് പറയും, അയ്യോ ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ, ആ ഒരു ചിന്ത എങ്ങനെ അതുണ്ടാവുന്നു, ഒരു എനർജിയോടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്, പക്ഷെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഇതെന്താണെന്ന് പക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല. ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക, എന്തുകൊണ്ട്, എങ്ങനെ. അതേപോലെ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത് നെഗറ്റീവ് പറയുന്ന ആളുകളെ, അതായത് ഒരു ചിലരോട് കണ്ടില്ലേ, നമ്മൾ എപ്പോ നോക്കിയാലും ആരെയും കുറിച്ച് എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും അവരുടെ നെഗറ്റീവ് മാത്രം, അവരുടെ തന്നെ നെഗറ്റീവ് മാത്രം, അല്ലെ എനിക്കില്ല, എനിക്ക് അങ്ങനില്ല, എനിക്കിതില്ല, അതില്ല, മറ്റേ ഇല്ല, ഈ ഒരു പറച്ചില്. എന്നാ ഉണ്ടായിരിക്കുന്ന, അല്ലെ അവരുടെ സൗഭാഗ്യങ്ങൾ എണ്ണി പറയാൻ അവർക്ക് പറ്റില്ല, അങ്ങനെയുള്ള ആളുകൾ. അതേപോലെ നമ്മൾ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാല് അവരെ കുറിച്ചായിരിക്കില്ല, ചിലപ്പോൾ അടുത്ത ആൾക്കാരെ കുറിച്ചായിരിക്കും എപ്പം നോക്കിയാലും ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ആ പോസിറ്റീവ് എനർജി, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പോസിറ്റീവ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടുള്ള എന്താ പറയുന്നത് സന്യാസിമാരും ഗുരുക്കന്മാരെയൊക്കെ നോക്കിയാല്, ഋഷിമാരെ, ഇവരെയൊക്കെ നോക്കിയാല് അവരധികമാരുമായിട്ട് സഹകരണമില്ല. കാരണം എന്താണ്, നമ്മളുടെ എനർജി പോവും, എന്ത് ചെയ്യും, എപ്പോഴും നമ്മളും ഒരു ടെൻഷനിലേക്ക് പോകും. കാരണം നമ്മളെക്കാട്ടി പവറുള്ള ഒരാളാണെങ്കിൽ അവര് പറയുന്നതിലേക്ക് നമ്മളെ പിടിച്ചെടുത്തോണ്ട് പോകും. എത്ര നമ്മൾ കുറ്റം പറയണ്ടെന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നവരാണേലും കുറച്ചു നേരം പറയുന്നുണ്ട്, എന്ത് ചെയ്യും, നമ്മളെ പിടിച്ചെടുത്ത് അതിനകത്തോട്ട് ഇട്ടോണ്ട് പോകും. ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്നൊന്ന് അകന്ന് നിൽക്കുക, ഒരുപാട് സമാധാനം നമ്മൾ ഫീൽ ചെയ്യും. എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഈ എനർജി നമ്മളിൽ തന്നെ നിൽക്കുന്നു, ആ പോസിറ്റീവ് എനർജി നമ്മൾ തനിയെ ഉണ്ടാക്കുന്ന ആ ഒരു എനർജി നമ്മളിൽ തന്നെ നിൽക്കുന്നു. എപ്പോഴും എന്താണ്, ഒരു നെഗറ്റീവ് പറയുന്നവർക്ക് ഇവരൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നമ്മളിൽ നിന്ന് പോലും നമ്മൾ അറിയാതെ വലിച്ചെടുക്കുക. അത് കഴിയുമ്പോഴാണ് നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പോ ഇതിൽ നിന്നൊന്ന് അകന്നു നിന്നാൽ എന്താണ്, ഒരുപാട് സമാധാനം കാണും. എന്നാ ചോദിക്കും, സഹകരിക്കേണ്ട ടീച്ചറെ ആരുമായിട്ടും വേണം, സഹകരിക്കണം. പക്ഷേ ഉള്ളിലോട്ട് നമ്മൾ എന്താണ്, ആ നെഗറ്റീവുകളെ എടുക്കാതിരിക്കുക. ചിലർക്കുണ്ട്, അവര് വന്ന് പറയുന്ന നെഗറ്റീവ്സ് നമ്മൾ കേട്ടില്ലെങ്കിൽ, ഓ ഇപ്പൊ എന്താ പിണക്കമാണോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഓ അത് വലിയ ആളായിട്ട, ഈ ഒരു ചിന്താഗതി നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞാല്, ഇനി അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളാണ് എന്ത് ചെയ്യുക, നമ്മൾ കേൾക്കുക. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, ഇവര് ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഒരു അകലം പാലിക്കുക. അതായത് പണ്ട് ലക്ഷ്മണൻ ഒരു ലക്ഷ്മണരേഖ വരച്ചായിരുന്നു. എന്തുകൊണ്ട്, സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ, അല്ലേ? എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും വരച്ചിടണം നമുക്ക് ചുറ്റും ഒരു ലക്ഷ്മണരേഖ. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും ഒന്നും അങ്ങോട്ട് പോകരുത്, നമ്മൾ അറിയാതെ ഒന്നും ഇങ്ങോട്ട് കടക്കുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു ലക്ഷ്മണരേഖ വരച്ച് വീട്ടിൽ കയറി ഇരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി അടുത്ത് വരികയാണെങ്കിൽ എത്രമാത്രം അവർ നമ്മളിലേക്ക് അടുക്കണം, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് നമ്മളിലേക്ക് എത്രമാത്രം അടുക്കണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ആ ഒരു ബോധം ഉണ്ടായിരിക്കണം. പറയുന്നത് ശരിക്കും റേക്കി എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുക. നമ്മൾ പറയും, അവര് പറയുന്നു, ഓ അത് കേട്ട് കഴിഞ്ഞപ്പോ എന്തോ പോലെ,
എങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ എന്തോ പോലായി, അതിലേക്ക് പോയി. നമ്മൾ പോലും അറിയാതെ അവര് നമ്മളെ സ്വാധീനിച്ചെടുത്തു എന്ന് തന്നെ പറയേണ്ട വരും. ഇവിടെ എന്ത് വേണം? നമുക്കൊരു പവർ വേണം. നമ്മൾ എന്താണെന്ന് അറിയുന്നു. ആ എനർജി നമ്മളിൽ നിന്ന് ഫ്ലോ ചെയ്യാതിരിക്കാൻ നമ്മളൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന എനർജി അത് എവിടോട്ട് ഒഴുക്കണം, എന്ത് പോണം എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കുക. എങ്ങനെ പോകണം? ഇനി ആ എനർജി ആരാണോ നമ്മളിൽ സ്വയം ആർജിച്ചു വെച്ചിരിക്കുന്നത്, അവരെ നോക്കി അറിയാം. അവരിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഉയർന്നുയർന്നു വരുന്നതാണ്. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവരുടെ എനർജി എന്ത് ചെയ്യില്ല, പാസ് ചെയ്ത് പോവില്ല. അല്ലെങ്കിൽ പാസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം പോകണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. നല്ല ബോധം ഉണ്ടായിരിക്കും അവർക്ക്. ഒരു നെഗറ്റീവിലേക്ക് ആണ്ടവർ പോവില്ല. അപ്പൊ എന്ത് ചെയ്യില്ല, പറയില്ലേ എന്താണ് നമ്മൾ പൗലോക്കോയിലോ അല്ലെ, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വിജയിച്ച് കയറാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റേക്കി എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ചരിത്രങ്ങളിലേക്കോ അതിന്റെ എന്താ പറയുന്നത് വലിയ തലങ്ങളിലേക്കോ ഞാൻ ഇറങ്ങിയിട്ടില്ല. റേക്കി എന്നത് എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതേപോലെ ഒരുവനെ എങ്ങനെ വിജയിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എവിടെങ്കിലും റേക്കി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ റേക്കി പഠിക്കുക. എന്നിട്ട് അവനവൻ തന്നെ ഒന്ന് ഉയരാൻ ശ്രമിക്കുക. എന്ന് വെച്ച് ഞാനിപ്പോ പറയുമ്പോൾ അവനവൻ തന്നെ എന്ന് പറയുമ്പോൾ അതൊരു സ്വാർത്ഥതയുടെ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. സ്വാർത്ഥമായിട്ട് ഞാൻ തന്നെ വളർന്നാൽ മതി എന്നൊരു രീതിയല്ല അവിടെ. ഒരുപാട് തളർന്നു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവര് ജീവിതത്തിൽ ഒരു ആരുമില്ലാതെ മുമ്പോട്ട് കയറാൻ ആരുമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്, ഉയരണം, നിങ്ങൾ ഉയരണം. അതിന് ഏറ്റവും വലിയ ഒരു പടി എന്ന് പറയുന്നത് ആദ്യത്തെ, ഞാൻ പറഞ്ഞു, ആദ്യത്തേതും അവസാനത്തതുമായ ഒരു ലോകം തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്, റേക്കി എന്നത്. അതിലേക്ക് വരണം. ആ റേക്കി എന്താണെന്ന് മനസ്സിലാക്കണം. ആ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായാൽ, ചിലപ്പോൾ പറയില്ലേ ദൈവവുമായിട്ട് ഒരു വലിയൊരു അടുപ്പം ഉണ്ടായാൽ പിന്നെ ആര് വേണം അല്ലേ എന്ന് വെച്ചാൽ അഹങ്കാരമായിട്ടല്ല, ആര് വേണം എന്നല്ല, ആ തിരിച്ചറിവാണ് ഈശ്വരനുമായിട്ടുള്ള അടുപ്പം. ആ എനർജിയുമായിട്ട്, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയുമായിട്ടൊരു അടുപ്പം അതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതുണ്ടാക്കിയാൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും നമുക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റും. നമുക്ക് തന്നെ അത് മാറ്റാൻ പറ്റും. ശരിക്കും റേക്കിയെ കുറിച്ച് മനസ്സിലാക്കുക. ഇനിയൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം. റേക്കിയുടെ ചരിത്രങ്ങളും എന്താണ് അതിലൂടെ മുമ്പോട്ട് പോയാലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ ചരിത്രം എന്താണെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ കാണാം. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു റേക്കി എന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റേക്കി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ്, ആ എനർജി, ലൈഫ് ഫോഴ്സ് എനർജി, ആ എനർജിയെ നമ്മളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കി നമുക്കും വിജയിച്ചു വരാം. അത് ഈ പ്രകൃതിയിൽ തന്നെ ഉള്ള കാര്യമാണ്. എല്ലാ മതങ്ങളിലും എല്ലാത്തിലും പറയുന്നുണ്ട് നമ്മൾ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം അത് പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആണ്. ആ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ നമ്മള് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുമായിട്ട് അടുത്ത് നോക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ മാറി മാറി പോകുന്നതാണ്. എന്നാ ചോദിക്കും, പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറ്റുമോ? അല്ല, അവിടെയും പറഞ്ഞുതരാം എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമുക്ക് ഈ എനർജി കുറയുന്നതുകൊണ്ടാവാം. 1. 2, ഒരു നല്ല പോരാളിയാണെന്ന് തെളിയിക്കണമെങ്കിൽ അവന് യുദ്ധങ്ങൾ വന്നേ പറ്റൂ. അവന് യുദ്ധങ്ങൾ നടക്കണം, അതിലവൻ ജയിച്ച് കാണിക്കണം. അപ്പോഴാണ് അവന് പോരാളിയാവുന്നത്. ഇത് തെളിയിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യും? ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ ശക്തിയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ നമ്മുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ ഇട്ട് തരികയാണ്. ശരിക്കും ചില ഗുരുക്കന്മാര് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ എനിക്ക് ഇട്ട് തരാറുണ്ട്. എനിക്കതിനകത്ത് ഇന്നും
ഒന്നും തോന്നില്ല. കാരണം എത്രമാത്രം പവർ ആക്കി എടുക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓരോ സമയവും ഓരോരോ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് എവിടൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതിനെ മാറ്റിയിട്ട് പവറാക്കി എടുക്കുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഗുരുക്കന്മാർ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഈശ്വരൻ. ആദ്യമൊക്കെ ഒരുപാട് സങ്കടങ്ങൾ തോന്നാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവുന്നു? ഇപ്പൊ ഒന്നും തോന്നാറില്ല. കാരണം എന്താണ്? നമ്മളിലേക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ വിജയികളാവത്തുള്ളൂ. അല്ലാതെ ചുമ്മാതെ പോയിരുന്ന് എന്തെങ്കിലും ചെയ്യാതെ ഒരു വ്യക്തി അവര് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാല് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം ഒന്നും ചെയ്യുന്നില്ലല്ലോ. മറിച്ച് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവര് വിജയിച്ചു വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതില് ഞാൻ പരാജയമാണ് എന്ന് ചിന്തിക്കാതിരിക്കാം. നിങ്ങളിൽ ഈ എനർജിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് കണക്ഷൻ കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ തനിയെ വിജയിച്ചു വരുന്നത് കാണാം. അത് നമ്മൾ പോലും അറിയാതാണ് വരുന്നത്. അതിനെ പക്ഷെ തിരിച്ചറിയുക എന്നത് നമ്മുടെ ബോധത്തിൽ ആ ബോധം ഉണ്ടായിരിക്കണം. തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു നിരീക്ഷകനാണ്. അപ്പോ ഈ ലൈഫ് ഫോഴ്സ് എനർജിയുമായിട്ട് ഒരു കണക്ഷൻ എല്ലാവരും ഉണ്ടാക്കുക. അപ്പൊ റേക്കി പഠിക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത്, ഒരു ബുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാലോ ഒന്നും റേക്കി നമ്മളിലേക്ക് പകർന്നു വരില്ല. അതിനൊരു ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അത് അവര് ദീക്ഷ തരണം. അതായത് അറ്റ്യൂൺമെന്റ് എന്ന് പറയും. ആ അറ്റ്യൂൺമെന്റ് അവർ തന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഇവിടെയൊക്കെ പറയും ദീക്ഷ എന്ന് പറയും. ആ ദീക്ഷ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ റേക്കിയുടെ ഈ ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. അത് ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് തന്നെ പോയി പഠിക്കുന്നത്. റേക്കി എന്നത് ഒരു ഗുരുവിന്റെ കീഴിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ആ ദീക്ഷ എന്ന് പറയുന്നത് റേക്കിയിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് 21 ദിവസം നമ്മൾ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതും ചെയ്യുക. ആദ്യത്തെ ഫസ്റ്റ് ഡിഗ്രിയിലെ ഈ 21 ദിവസം ഫസ്റ്റ് ഡിഗ്രി എന്താണെന്ന് നമ്മൾ 2 ദിവസം കൊണ്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അറ്റോൺമെന്റ് ഉണ്ട്. ഈ അറ്റോൺമെന്റിന് ശേഷം 21 ദിവസം നമ്മളൊരു പ്രാക്ടീസ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് മാത്രമേ റേക്കി സെക്കൻഡ് ഡിഗ്രി എടുക്കാൻ പറ്റൂ. ഇനിയും റേക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരാണ്. ഈ റേക്കി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചശക്തിക്ക്, അതായത് ഈശ്വരൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആ ശക്തിക്ക് അതിൻ്റെതായ ബുദ്ധിയുണ്ട്. നമ്മൾ പറയുന്ന ഒരു ഇതല്ല. അപ്പോ അത് ആഗ്രഹിക്കും. ആര് വേണം? റേക്കിയുടെ വഴികളിലേക്ക് ആര് വരണം? വലിയൊരു അനുഗ്രഹമാണ് ആര് വരണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റേക്കി പഠിച്ചിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ റേക്കി എന്ന ഒരു വലിയൊരു സബ്ജക്റ്റ്, അതിന്റെ ഒരു എന്താ പറയുന്നത്, ഞാനിങ്ങനെ ഒരു തുള്ളി അതുപോലും പറഞ്ഞു കാണില്ല. അതിന്റെ ഒന്ന് നനച്ചത് മാത്രം, ആ ഒരു വലിയൊരു സമുദ്രത്തില് ഒന്ന് നനച്ചു, ഞാൻ ഒരു കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു വിരൽ കൊണ്ടൊന്ന് തൊട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത്ര വലിയൊരു സബ്ജക്റ്റാണ് ഈ റേക്കി എന്നത്. റേക്കിയുടെ ചരിത്രത്തെ കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.